കേരളത്തിൽ എല്ലാ കാലത്തും ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എവിടെ സ്ഥാപിക്കുമെന്നതായിരുന്നു. തൃശൂർ, ആലപ്പുഴ, അല്ലെങ്കിൽ ട്രിവാൻഡ്രം, അല്ലെങ്കിൽ കോട്ടയം, അങ്ങനെ പല ജില്ലകളിലെ പേരുകളും ഉയർന്നു വന്നിരുന്നു. നിലവിലിപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ സ്ഥലവും പരിഗണിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. കായൽക്കൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെല്ലൂരിൽ 700 ഏക്കർ സ്ഥലം ലഭ്യമാണെന്ന് വൈക്കം MLA കെ ബിനിമോൻ അറിയിച്ചിരിക്കുകയാണ്. കൂടാതെ ഇക്കാര്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് മുരളീധരൻ പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണ്. ഏത് സ്ഥലത്തായാലും സംസ്ഥാനത്ത് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാട് എന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. സർക്കാർ ആശുപത്രികളിൽ റോബോട്ടിക് സർജറി വിഭാഗം സജ്ജമാക്കുന്നത് പരിഗണനയിലുണ്ട്. 17 കോടിയോളം രൂപ ചെലവിട്ടാൽ ഈ സംവിധാനം ഏർപ്പെടുത്താനാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വിശദമായ പഠനത്തിന് ശേഷം നടപടി സ്വീകരിക്കും. സ്വന്തം നിയോജക മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജനപ്രതിനിധികൾ നേരിട്ട് നിവേദനങ്ങളിലൂടെയും മന്ത്രിയെ അറിയിക്കുന്നതിന് പകരം വകുപ്പ് നേരിട്ട് ജനപ്രതിനിധികളുടെ പക്കലിലേക്ക് എത്തുന്ന സംവിധാനമാണ് കായൽക്കൽപ്പം. കോട്ടയം ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ ആവശ്യമായ ഇടപെടലുകൾ സംബന്ധിച്ച് മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളിലും ഗൗരവമായ ഒരു പരിഗണന ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. രോഗികളെ നിലത്ത് കടത്തുന്ന രീതി കോട്ടയം മെഡിക്കൽ കോളേജിലും ഇനി ഉണ്ടാവില്ല എന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ജൂലൈ 30 മുതൽ ഇവിടെ എല്ലാ രോഗികൾക്കും കിടക്ക ഉറപ്പാക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. കോട്ടയം CMS കോളേജിൽ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മുരളീധരൻ. രോഗികളെ നിലത്ത് കടത്തുന്നത് ഒഴിവാക്കുന്ന സംസ്ഥാനത്തെ 2ാമത്തെ മെഡിക്കൽ കോളേജ് ആയിരിക്കും കോട്ടയം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത് നേരത്തെ നടപ്പാക്കിയിരുന്നുവെന്നും ചികിത്സയും മരുന്നും കട്ടിലും കിടക്കയും ആശുപത്രിയിലെത്തുന്ന രോഗിയുടെ അവകാശമാണ്. രോഗികളെ നിലത്ത് കടത്തുന്ന പ്രാകൃത രീതി ഒഴിവാക്കുന്നതിന് സർക്കാർ ആശുപത്രികളിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിന് സർക്കാർ നടപടി സ്വീകരിക്കും. കൂടാതെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതലുള്ള സർക്കാർ ആശുപത്രികളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ മെഡിക്കൽ കോളേജുകളിലെ തിരക്ക് ഗണ്യമായി കുറയ്ക്കാനാകും. കൂടാതെ സാധാരണ പനി ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുമായി ആളുകൾ മെഡിക്കൽ കോളേജിൽ എത്തുന്ന സാഹചര്യം നിലവിലുണ്ട്. ഇത് ഒഴിവാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ക്രമീകരണം പ്രാദേശിക തലത്തിൽ ഉണ്ടാകണമെന്നാണ് മന്ത്രി പറഞ്ഞത്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കാലത്താണെന്നും ആരോഗ്യ മേഖലയിലെ വികസന പദ്ധതികളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. 30 കോടി രൂപയുടെ ക്യാൻസർ ചികിത്സാ സംവിധാനം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്.